ഞാൻ പാലക്കുട്ടി. ഞാൻ പാലക്കാട് കൊടുവാന്ന് വരുന്നു. ഞാനിവിടെ എൻ്റെ അച്ഛനമ്മയും കുറിച്ചാണ് ഞാനിത് പറയാൻ പോണത്. എൻ്റെ അച്ഛനമ്മ ആയിക്കൊണ്ട് പറയല്ലാട്ടോ, അവർ ഭയങ്കര പൊങ്ങച്ചക്കാരാണ്. ഞാൻ വൈകി വന്ന വസന്തമാണെന്ന് എല്ലാവരും പറയുന്നത്. അമ്മയ്ക്ക് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ശേഷം നാലുകെന്ന ചോദ്യത്തിന് അവസാനമായിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാരും പറയുന്നത് അച്ഛനും അമ്മയും ഒളിച്ചോടി കല്യാണം കഴിച്ചോന്ന എല്ലാരും പറയുന്നത്. ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾ ഓടുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോയില്ലാരെ, എന്നാ ഞാൻ ഈ ഫോട്ടോയിൽ ഉണ്ടാവില്ലേ? അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ഓടിയപ്പോ ഞങ്ങളുടെ ഒപ്പം എത്തിയില്ല, അതാണ് നീ ഓടിയെത്തിയത്. 4 വർഷം കഴിഞ്ഞിട്ടാണ് നീ ഓടിയെത്തിയത്, അതാണ് ഈ ഫോട്ടോ ഇല്ലാത്തത് എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനും അമ്മയും എന്നെ പറ്റിയിട്ട് പൊങ്ങച്ചൻ പറയാൻ പണി. എൻ്റെ മോള് ആ പോകാനുണ്ട് ഈ പോകാനുണ്ട് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും എന്നെ പറ്റിയിട്ട് പൊങ്ങച്ചൻ പറയാൻ പണി. അവർക്ക് ഭയങ്കര ഗമയാണ്. ഒരു ദിവസം ഞാനും അമ്മയും കൂടെ നടന്നു പോകുമ്പോ ഒരു ആൻറ്റി ഞങ്ങളോട് സംസാരിക്കാൻ വന്നു. ആൻറ്റി ഞങ്ങളോട് ചോദിച്ചു, എന്താ ജോലിക്ക് കിട്ടുമെന്ന് ആൻറ്റി ചോദിച്ചു. അമ്മ പറഞ്ഞു, ആ ജോലിക്ക് കിട്ടിയെന്നമ്മ പറഞ്ഞു. ജോലി കിട്ടി, ഒരുപാട് തിന്നിട്ടുള്ള ജോലിയാണെന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, മോൾ പഠിച്ചിട്ട് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയല്ലോ. എന്താ നമുക്കൊന്നും ഗവൺമെന്റ് ജോലിയല്ല, നമുക്ക് വെറുതെ ഇരിക്കല്ലേ പണി. ആൻറ്റി ഗവൺമെന്റ് ജോലിയെ പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയില്ല. ഒരു ഗവൺമെന്റ് ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഉണ്ടാണ്ടിരുന്നു. ഒരു സ്കൂളില് അച്ഛൻ്റെ ഫോൺ മീറ്റിംഗിന്ന് ഡയറി എഴുതി വിട്ടപ്പോൾ അച്ഛനാല് എന്താ വായിച്ചതറിയോ? അങ്ങാലാണ് മീറ്റിംഗ്. അങ്ങാലല്ലേ മീറ്റിംഗ്, സ്കൂളിലല്ലേ മീറ്റിംഗ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ അങ്ങാലല്ല മീറ്റിംഗ്, സ്കൂളിലാണ് മീറ്റിംഗ് എന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. എല്ലാണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കാൻ ചെയ്യാ. അച്ഛൻ്റെ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കാൻ പോകുമ്പോ, അയ്യോ പാറ ഒടുക്കല്ലേ, കടക്കാരാക്കും, അയ്യോ പാറ ഒടുക്കല്ലേ പറയും. ഒരു ദിവസം ദോശ ഉണ്ടാക്കാൻ അച്ഛൻ ഊന്ന് വാങ്ങിട്ട് വന്നു. തൊള്ളിലെ ഊന്നായിരുന്നു. അമ്മ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മ അത് അങ്ങനെ ഇട്ട് ദോശ ഉണ്ടാക്കി അച്ഛന് കൊടുത്തപ്പോൾ എന്താ കറുത്ത ദോശ പറഞ്ഞു. കറുത്ത ഊന്ന് വാങ്ങിക്കൊണ്ട് കറുത്ത ദോശ അച്ഛൻ്റെ 3 തിന്നേണ്ടി വന്നു. അച്ഛൻ്റെ അമ്മൻ്റെയും വഴക്കിൻ്റെ ഇടയിൽ കിക്കച്ച് ഷോപ്പിട്ട് ചാവൽ തോയും അവരുടെ വഴക്കിൻ്റെ ഇടയിൽ കാണാറുണ്ട്. അവൻ തമ്മിൽ അടുപ്പിച്ച് ഞാൻ നെയ്സായി മുങ്ങും. അവസാനം അവരൊന്നാം, ഞാൻ പുറത്താവും. അതെനിക്ക് അറിയില്ലോട്ടെ നസീരങ്ങളെ. താങ്ക് യു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ